അതെ, മജിസ്ട്രേറ്റ് അല്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാളേ ഉള്ളൂ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അയാളുടെ കൂടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കുചേരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സുമലത ടീച്ചറും ഉണ്ട്. ഹായ്, ഹായ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ആക്ച്വലി സുരേഷിനെയും സുമലതയെയുമാണ് ആൾക്കാർക്ക് കൂടുതൽ പരിചയം എന്ന് തോന്നുന്നു. കാരണം രാജേഷ് മാധവൻ എന്ന പേരോ ചിത്ര എന്നുള്ള പേരോ ആളുകളുടെ അടുത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. കഥാപാത്രം അറിയപ്പെടുന്നതാണോ, രാജേഷ് മാധവനായി അറിയപ്പെടുന്നതാണോ ഇഷ്ടം? നല്ലതല്ലേ കഥാപാത്രമായിട്ട് അറിയപ്പെടുന്നത്? എനിക്ക് എൻ്റെ പേര് കുറെ കാലമായിട്ട് ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴും വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. വിളിക്കുന്നവരധികം സുരേഷ് ഏട്ടാ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ആൾക്കാർ എവിടുന്നെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുരേഷ് ഏട്ടാ എന്നാണ് ആദ്യം വിളിക്കുക. അതിങ്ങനെ ഓരോ സമയത്ത് ആദ്യം മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയ സമയത്ത് ജനഗണമന എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ കനക ഇറങ്ങിയ സമയത്ത് മനാഫ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഈ മാറാലഹ എന്ന് വിളിക്കുമായിരുന്നു മിന്നൽ മൊഴി. അങ്ങനെ ഇപ്പൊ അവസാനം വന്നു നിൽക്കുന്ന പേര് സുരേഷ് എന്ന. ചിത്ര പറയൂ, ചിത്രയുടെ ഒരു ജേണി എങ്ങനെയാണ്? ചിത്ര സുമലതയായിട്ട് തന്നെയല്ലേ ജീവിച്ചിട്ടുള്ള സിനിമയിൽ ഇതുവരെ? അതെ അതെ, വേറെ ക്യാരക്ടർ 2-3 ചെറുത് ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു വയസ്സത്രേ എന്ന് പറഞ്ഞ് കുറച്ച് ലെങ്ത്തുള്ള ക്യാരക്ടറും ചെയ്തു. അതില് ബബിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തു. പക്ഷെ തിരിച്ചറിയുന്നത് സുമലത എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലെ കൂടി തന്നെയാണ് തിരിച്ചറിയുന്നത്. ഇത്രയും നീണ്ട പേര് ആണോ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്? അല്ല, അത്രയുണ്ട് നമ്മുടെ പ്രണയം പൂത്തൊലഞ്ഞ്. അതെ അതെ അതെ, അത് വലിയൊരു നീണ്ട കാലയളവിലുള്ള ഒരു പ്രേമം, മറ്റേ കാലഘട്ടങ്ങളോളമുള്ള പ്രേമം ഒക്കെയാണ്. അപ്പൊ അതിന് ഇത്ര നിങ്ങളുള്ള പേര് വേണമെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ പുതിയ സിനിമ ഏതാന്നൊക്കെ ചോദിച്ച് വിളിച്ച് കാണുമ്പോ നടന്നു പോകുമ്പോ ചോദിക്കുമല്ലോ. അപ്പൊ അവിടെ ഒന്ന് നിക്കണം, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല ഇത് പറഞ്ഞു തീർത്തിട്ട്. അതാണ് ടാസ്ക് ആണ്. ഇത് ശരിക്കും നമ്മള് എന്നാ താൻ കേസോട് എന്ന് പറയുന്ന സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോഴേ പ്ലാനിനകത്ത് ഉണ്ടായിരുന്നോ? അറിയോ അതിനെപ്പറ്റി? ഇല്ല. രതീഷ് പൊതുവാൾ എന്ന് പറഞ്ഞ രാജേഷ്. അതെ അതെ, അതിങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ, നല്ല രീതി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇതിലെ രണ്ട് ചെറിയ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായി എന്നുള്ളതും, പിന്നെ ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ വരുമായിരുന്നു ആ സമയത്ത്, ഇറങ്ങിയ സമയത്ത്. അപ്പോൾ പിന്നെ ചുമ്മാ ഇങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള ഇരുന്ന ആലോചനയിലാണ് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായത്. ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള JK, വിവേക് ഹർഷൻ, രതീഷ് ചേട്ടനൊക്കെ ഇരുന്നിട്ടുള്ള ഒരു ആലോചനയിലാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാമെന്നുള്ള തീരുമാനം ഉണ്ടായത്. പക്ഷെ അത് ഇപ്പോൾ അത് കുറച്ച് വലുതായി, അതൊരു ഒറിജിനൽ സിനിമ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇതിപ്പോ നേരത്തെ രാജേഷ് പറഞ്ഞ ഒരു 3 കാലഘട്ടത്തിലുള്ള ഇത് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 1960, 1990, 2023. കറക്റ്റ് ആണ്? അതെ അതെ അതെ, ഫുൾ മാർക്ക്. പിന്നെ അതുണ്ട്. അത് പക്ഷെ അത് വേറെ രീതിയിലാണ് വരുന്നത്. ഒരു AD 1600 കൂടി ഉണ്ട്. അന്നൊക്കെ ജീവനോട് ഉണ്ടായിരുന്നോ? അന്നും പ്രണയം. അതാ, പ്രണയം ഇങ്ങനെ ഉണ്ടല്ലോ. പല കാലങ്ങളിൽ പല ആൾക്കാരായി ജനിച്ച് വന്നിരിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. പുനർജന്മം എന്നൊക്കെ പറയാമല്ലോ. രാഷ്ട്രത്തിന്റെ മാത്രമല്ല പുനർനിർമ്മാണം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അബദ്ധമായി പോകും. അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആക്ച്വലി 3 കാലഘട്ടമാണ് ഉള്ളത്. പിന്നെ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് അന്യം നിന്ന് വരുന്നൊരു സമയമുണ്ട്. കാരണം സിനിമ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആദ്യമൊക്കെ ചെന്നൈ, പിന്നെ എറണാകുളം, ഈ സമയത്ത് പാവം ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു മലബാർ ഏരിയ. ഇന്ന് പക്ഷെ ആ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടാണ് മലയാള സിനിമ പലതും വരുന്നത്. അപ്പം അവിടുന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ? ഞങ്ങള് തമ്മിൽ സംസാരിക്കുമ്പോ നമ്മളെ നാട്ടിലേക്ക് എത്തും. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അങ്ങനെയായിരുന്നു. കാസർഗോഡുകാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ സ്ലാങ്ങിലും സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടല്ല, ഇപ്പൊ ഞാനിപ്പോ കാസർഗോഡ് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഭാഷ പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് രാജേഷിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. രാജേഷ് എനിക്ക് എറണാകുളത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വീണു പോയതായിരിക്കും. പക്ഷെ താങ്കള് അങ്ങനെ അല്ലല്ലോ, കംപ്ലീറ്റ്ലി നീലേശ്വരം ഭാഗത്ത് ശരിയായി വന്നതുള്ളൂ. പക്ഷെ ഈ ഇവര് ഉദ്ദേശിക്കുന്ന കാസർഗോഡൻ ഭാഷയല്ല നമ്മളത്. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെയല്ല, അതായത് കാസർഗോഡിന് ഒരു 7 സ്ലാങ്, ആ ഒരു രീതിയില്ലേ, കുറെ 2-3, അതായത് 3 വരുന്ന അത് കണ്ടിന്യൂ പറയുന്ന അതില്ല. മഹിമ നമ്പ്യാരൊക്കെ പറയുന്ന ഭാഷയില്ലേ,
അതൊരു ടൗൺ ഏരിയയിലുള്ള ഭാഷയാണ്. ഇതിപ്പോ കണ്ണൂരിൽ നിന്നും മാറ്റമുള്ള ഒരു കാഞ്ഞങ്ങാടൊക്കെ എത്തുമ്പോഴുള്ള വേറൊരു ഭാഷ. ഇതിപ്പോ കണ്ണൂർ ഭാഷയുടെ ചെറിയൊരു കാസർഗോഡ് ഭാഷയായിട്ട് മഹിമ സംസാരിക്കുന്ന ആ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല, എന്തായാലും മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല, എനിക്കൊന്നും അത്രയും മനസ്സിലാവില്ല. ഇവർക്ക് മനസ്സിലാവില്ല. ഞാൻ ആ ഏരിയ ഉള്ളതാ, എനിക്ക് മനസ്സിലാവും. ഞാൻ പഠിച്ചതൊക്കെ ടൗൺ എന്ന് പറഞ്ഞൂടാ, അത് കുറച്ചും കൂടി കൊളോക്കിയലായിട്ട് മറ്റേ അറ്റത്തേക്ക് എത്തും. അത് അറ്റത്തേക്ക് എത്തിയിട്ടുള്ള ഭാഷ അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാ. രാജേഷ് കാസർഗോഡുകാരനായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ കൂടെ കാസർഗോഡ് ഭാഷ പഠിപ്പിക്കാനും അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് പണ്ടെപ്പോഴും കണ്ട് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചനെ കൊണ്ട് കാസർഗോഡ് സ്ലാങ് സംസാരിപ്പിച്ചതിനെ പറ്റിയൊക്കെ നമ്മൾ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, അത് മൊത്തം ആൾക്കാരും കൂടി ചതിച്ച ചാക്കോച്ചൻ ഒരു ആദ്യം അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഭാഷ ഈ സ്ലാങ് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ചാക്കോച്ചൻ ആദ്യം വന്നിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞത് കാസർഗോഡ് ഭാഷ ആയിപ്പോയി. അത് ജസ്റ്റ് ഒരു പുള്ളി അറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ പറയേണ്ടത് കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു നോക്കി, അത് ശരിയായത് എടുത്തു. അപ്പൊ പിന്നെ രണ്ടാമത്തെ ടേക്ക് മുതൽ പറഞ്ഞു കൊടുക്കുക, അല്ല കാസർഗോഡ് ഭാഷ സംസാരിച്ചു, ഇനി ഇത് മാറ്റാൻ പറ്റില്ല, ഇനി സ്ലാങ് പിടിക്കണം, അങ്ങനെ ചതിച്ചതാ ചാക്കോച്ചനെ. ഒന്നറിയാണ്ട് പറയിപ്പിച്ചു, പിന്നെ അത് മൊത്തം ചെയ്യിപ്പിച്ചു. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ അത് വിട്ടിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഒരുപക്ഷെ ഇപ്പൊ അത് ഭയങ്കര ഒരു പുതുമയായിരിക്കും അല്ലെ? കാസർഗോഡ് ഭാഗത്തേക്ക് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകള്, സിനിമാ താരങ്ങൾ വരുന്നതൊക്കെ. അതെ, പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ, അതായത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമ തൊണ്ടിമുതലൻ ദൃക്സാക്ഷിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ പിന്നെ ഷേണി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്, കുറച്ചും കൂടി അറ്റത്തായി, കർണാടകയുടെ അടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ പിന്നെ ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ ആദ്യം പിന്നെ ഏതൊരു സിനിമ ഇങ്ങനൊരു സിനിമയാണ്, ആരഭിനയിക്കുന്നു, ഫഹദ് ഫാസിൽ. ഏത് ഫാസിലിൻ്റെ മോനാ? എടാ ഫാസിലിൻ്റെ മോൻ അഭിനയിക്കുന്ന പടമില്ലടാ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയായിരുന്നു നാട്ടുകാർ. അപ്പം അധികം ഇങ്ങനെ തിയേറ്റർ കൾച്ചറൊക്കെ കുറവുള്ളൊരു സ്ഥലമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വരുമ്പോഴേക്കും കുറേ മാറി. ഇപ്പോൾ ഭയങ്കരമായിട്ട് സിനിമകളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ എല്ലാ നാട്ടിലും ഒരു സിനിമ നടനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയായി. ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിലൊന്നും ഒരു ഭയങ്കര കുറവായിരുന്നു. ആ നാട്ടിൽ നിന്ന് സിനിമ ആഗ്രഹിക്കാൻ പാകത്തിന് സിനിമക്കാരേ ഇല്ല അവിടെ, ജില്ലയിൽ തന്നെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നാട്ടിലൊക്കെ മറ്റേ സിനിമയാ, നിനക്കെന്താ പ്രാന്താ കഴിക്കണം, അങ്ങനെയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി സജീവമായിട്ടുണ്ട്, നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അതിനൊരു സേവ് ദ ഡേറ്റിൽ തുടങ്ങിയതാണ് ആക്ച്വലി അല്ലേ? നിങ്ങളുടെ ഒരു കിടില ഡാൻസും മറ്റേ സാധനം ഉണ്ടല്ലോ, ആ കിക്കിടിലും ഡാൻസും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവം. ആ സേവ് ദ ഡേറ്റ് ഒരുപാട് പേര് അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഏറ്റവും മാന്യമായ രീതിയിൽ സേവ് ദ ഡേറ്റ് ചെയ്ത കപ്പിൾസ് എന്നൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. സോ അത് ഈ സിനിമയുടെ ഒരു പിന്നീടാണ് മനസ്സിലാവുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു സേവ് ദ ഡേറ്റിനെ പറ്റി ഒരുപാട് ആള് കൺഗ്രാജുലേഷൻ എല്ലാം പറഞ്ഞ് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ നന്നായി നടക്കട്ടെ. ഇതിങ്ങനെ വരൂ, അതങ്ങനെ നടക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് നന്നായി, നിങ്ങളെ കണ്ടപ്പോഴേ വിചാരിച്ചിരുന്നു എന്നൊക്കെ, അങ്ങനെയൊക്കെ കുറെ കമന്റുകളൊക്കെ വന്നു. ഭയങ്കര രസമായിരുന്നു ആ കാലഘട്ടം. വീട്ടിൽ അച്ഛൻ പോലും ഞെട്ടിപ്പോയി, ഇവൻ ഞാൻ പറയാണ്ട് കല്യാണം ഫിക്സ് ചെയ്തോ തോന്നി. അപ്പോ അതിനുവേണ്ടിയുള്ള ഡാൻസ്, താങ്കൾ ഡാൻസറാണോ രാജേഷ്? ഡാൻസറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പണ്ട് ഈ നാട്ടിലങ്ങനെ വലിയ കലാപാരമ്പര്യം പരിപാടികളൊന്നും ഇല്ലായിരിക്കും, ഒന്നുമില്ല അങ്ങനെയൊന്നും. അപ്പോൾ നാട്ടിലൊരു കലാക്ഷേത്രം തുടങ്ങിയപ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഈ സ്കൂളിലൊക്കെ മറ്റേ നന്ദലാലയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു. നന്ദലാല മുക്കാലും അത് തന്നെയായിരുന്നു, ആ സ്റ്റെപ്പ് തന്നെയായിരുന്നു അധികം മറ്റേ ഡാൻസില്. അങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ കുറച്ചു കാലേ പഠിച്ചിട്ടുള്ളൂ, അരങ്ങേറ്റമൊന്നും കളിച്ചു ചെറുപ്പത്തില്ല. അത് കഴിഞ്ഞിട്ട് ഡാൻസ് എന്ന് പറയുന്ന ഒരു രതീഷ് പൊതുവാള് പിന്നെ പറയുന്നു, നമ്മൾ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളത്. രതീഷ് ചേട്ടൻ അങ്ങനെ പറയും, ഒരു ഡാൻസ് എടുക്കാടാ എന്ന് പറയും, പിന്നെ പോയി ചെയ്യാൻ പറയുന്നു, നമ്മൾ അത് ചെയ്യുന്നു.
അല്ലേ? 2 ആഴ്ച പഠിച്ചതും അല്ല ആ സ്ക്രീനിൽ കണ്ടത്. അല്ല അല്ല. ഓക്കെ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, എന്നെ ഓഡിഷൻ ചെയ്ത് കാസ്റ്റ് ചെയ്ത് അപ്പൊ എനിക്ക് രാജേഷേട്ടനെ നേരിട്ട് ഞാൻ കാണുന്നത്, അല്ലാതെ ഞാൻ സിനിമയിലെല്ലാം കണ്ടിട്ടേ ഇല്ല. സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയം. ശരിക്കും കാസ്റ്റിംഗ് ഡയറക്ടർ കൂടെ. ഞാൻ രാജേഷേട്ടനെ കേസോഡിന്റെ ഓഡീഷന് പോയ സമയത്ത് രാജേഷ് ഈ ഓഡീഷൻ പാനലിലേക്ക് കയറിയ സമയത്ത് രാജേഷേട്ടനെ കണ്ടിയാണ് ഫസ്റ്റിലൊരു സെലിബ്രിറ്റി. കണ്ടിട്ടുണ്ടല്ലോ എന്നില്ലേ ആ ഒരു ഇല്ല ഞാൻ ഇരുന്നത്. എന്നോട് എന്താ പറഞ്ഞു ചെയ്തല്ലോ അതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് ഇവരെ പേരറിയണ്ടേ. അതൊന്നും അറിയാനും പാടില്ലല്ലോ. കാരണം ആ സമയത്ത് ഏത് സിനിമയായിരുന്നു ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത് രാജേഷ്? മറ്റേ മഹേഷിന്റെ പ്രതികാരം, ജനഗണമനയാണ്. അപ്പൊ നമുക്ക് ജനഗണമന കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു, ഞാൻ പിടിച്ചിരുന്നേ. ഒരു കാലഘട്ടം മൊത്തം അങ്ങനെയാണ് പോയത്. എന്നെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കും. അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയ ചാലഞ്ച് ആണോ രാജേഷ്? അത് നമുക്ക് അതുമേന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള കുറെ ക്യാരക്ടറും കൂടെ ചെയ്യണമെന്നുണ്ട്. അത് ചാലഞ്ച് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ചിരിച്ചു തുടങ്ങും, പിന്നെ നിർത്തൂല ആ ചിരി. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ കണ്ട ഉടനെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ച് മണ്ണ് കപ്പി എവിടെയെന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരും ആ ചിരി തീരുന്നത് വരെ. ആ സമയം എങ്ങനെയാണ് മുഖം പിടിക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത്? ഒരു സ്ക്രീനിൽ തമാശ പറയുന്ന ഒരാൾ അല്ലെങ്കിൽ തമാശ ചെയ്യുന്ന ഒരാൾ ചിലപ്പം ശരിക്കുള്ള ലൈഫിൽ അങ്ങനെ ആയിരിക്കുമോ? ഭയങ്കര സീരിയസ് അല്ല? സീരിയസ് തന്നെ. സീരിയസ് ആയതുകൊണ്ട് നിങ്ങക്ക് ഡൗട്ട് ഉണ്ടോ? അല്ല, രാജേഷേട്ടൻ ഭയങ്കര ഇങ്ങനെ കട്ടക്ക് സീരിയസ് അല്ല, സീരിയസ് അല്ല, എന്നാലൊരു സെമിയാണ്. സെമി സീരിയസ് ആളാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഭയങ്കര സീരിയസ് തന്നെ. ഞാൻ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇപ്പം എന്നോടെല്ലാം ഒരാളെ ലെവൽ വെച്ച് പെരുമാറില്ല അത്രയാണ്. ഞാൻ അങ്ങനെ അതെ അങ്ങനെയല്ല നമ്മൾ ലോ ലെവൽ. എന്നോട് ഉത്തരം പറയുമ്പോ ഇങ്ങനെ എന്നെ പിടിച്ചിട്ട് ഞെട്ടിച്ചാ ഞാൻ പെട്ടെന്ന് കരയും. അതുകൊണ്ട് എന്നോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസും കോമഡി ആവേണ്ട അടുത്ത് സാധാരണ ഒരു പച്ച മനുഷ്യനെ പോലെ തന്നെയാണ് രാജേഷ്. അല്ല, ഞാൻ ഈ പിന്നണിയൊക്കെ ഉണ്ട്, പിന്നണി പ്രവർത്തകനാണ്. ഈ നടനായിട്ട് കോമഡി പറയുന്നതായിട്ടാണ് നമ്മളെ ആൾക്കാർക്ക് അറിയാവുന്നത്. പിന്നണി പ്രവർത്തകൻ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കുറച്ച് സീരിയസ് ആയാലേ പറ്റുള്ളൂ. ശരിക്കും സുമലത ടീച്ചറാണ്, അംഗൻവാടി ടീച്ചറാണ് സിനിമയില്. അല്ലാതെ താങ്കൾ ടീച്ചർ തന്നെയാണ്? ആയിരുന്നു. അംഗൻവാടിയാണോ? അല്ല, പ്രൈമറി സ്കൂൾ ടീച്ചർ. പ്രൈമറി സ്കൂളില് എല്ലാ വിഷയവും എടുക്കും? അല്ല, EVS മാത്സ് എന്ന് വെച്ചാൽ മാത്സിന്റെ ഒരു ഈക്വേഷൻ എന്നോട് ചോദിക്കും. എനിക്കറിയാവുന്നതൊക്കെ എടുക്കുന്നു, ഞാൻ എടുക്കുന്നു. എനിക്കറിയാത്ത ദിവസം ഞാൻ ലീവ് എടുക്കും. സത്യം, പിള്ളേരുടെ കഷ്ടകാലം അല്ലേ? അങ്ങനെയും പറയാം. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അല്ല, അപ്പൊ ടീച്ചറായിട്ട് ഒറിജിനലി ടീച്ചർ ആയതുകൊണ്ട് തന്നെ സിനിമയിലും ടീച്ചറായിട്ട് വരാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഓഡീഷൻ സമയത്തും ടീച്ചറായിട്ട് തന്നെയാണോ നമുക്ക് ഓഡീഷൻ കൊടുക്കേണ്ടി വന്നത് ഈ സാറിന്റെ മുമ്പിൽ? ഫസ്റ്റ് അങ്ങനെയല്ല, ഈ ടീച്ചിങ് ആ ഒരു സെക്ഷനൊന്നും ഉണ്ടായില്ല ഓഡീഷന്. ഇങ്ങനെ പാട്ട് പാടുന്നു, കണ്ണ് കറക്കി എടുക്കുന്നില്ല, ആ ഒരു ഐറ്റം ഉണ്ടായല്ലേ. അതായിരുന്നു ഓഡീഷൻ, കണ്ണ് കറക്കി എടുക്കാം. ഇത് കുട്ടികളോടല്ല ശ്രദ്ധ, എന്റെ ശ്രദ്ധ മൊത്തം പുറത്തുള്ള ഒരാളുമായിട്ടാണെന്നുള്ള രീതിയിലാണ് ഓഡീഷൻ. ആ സമയത്ത് വേറെ ഏതോ ഒരു ക്യാരക്ടറും കൂടി ചെയ്യിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്തോ അത് ഞാൻ ചെയ്തതന്നെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഫൈനൽ ഓഡീഷന്റെ സമയത്ത് നമ്മളെ രതീഷ് ചേട്ടനും എല്ലാരും വന്നിരുന്ന് അവരെല്ലാം അംഗനവാടി കുട്ടികൾ എന്നുള്ള രീതിയിൽ ഓഡീഷൻ ചെയ്യിച്ച്. ഉള്ളില് ഞാൻ വേറെ ഐസായതൊന്നും ഇവരറിയില്ല, പക്ഷെ ഞാൻ ചെയ്ത് അല്ലേ ഭയങ്കര. അന്ന് ചിത്രം പിന്നെ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. വലിയ മുടിയൊക്കെ ആയിട്ടാ വന്നത്. ഓഡിഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞു മുടി വെട്ടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് മോഡേൺ ആണല്ലോ സുന്ദര ടീച്ചർ ആ നാട്ടില്. അപ്പൊ മുടി വെട്ടാൻ തയ്യാറാണെന്നാലും പിന്നെ മുടി വെട്ടാനൊക്കെ ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു. ഇനിയിപ്പോ ഈ മുടിയും പോയി, ഈ സിനിമയും പൊട്ടിപ്പോയി, ഞാൻ എന്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. കുറച്ച് സീനല്ലേ ഉള്ളൂ അല്ലേ? പക്ഷെ ആരൊക്കെയോ പറഞ്ഞതുപോലെ ഇച്ചിരി സീനിലേ വന്നുള്ളൂ. അതിന് മുമ്പേ അതെന്താ വെച്ചാൽ അങ്ങനെ മുടി അത് ചിന്തിക്കാൻ കാരണം വെച്ചാൽ അതിന് മുമ്പേ കുറെ ഓഡീഷന് പോയി, ഞാൻ ചെയ്ത സിനിമയൊന്നും
ഞാനും ആരും കണ്ടിട്ടില്ല. കയ്യിൽ നിന്ന് കുറെ പൈസ പോയി ഞാനേ കണ്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിൽ നിന്നും പൈസ പോകുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. ഇപ്പം ട്രാവലിംഗ് അതിനു മുമ്പ് വേറെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ചെയ്ത് ഓഡീഷൻ ഇതുപോലെ സെലക്ട് ആയ സിനിമകൾ എത്രത്തോളം നല്ലത് മോശം ഇത് എങ്ങനെയാണെന്നും അറിയില്ല. ഓഡീഷൻ വരുമ്പോ അത് ജെനുവിനാന്ന് വിചാരിച്ചു പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു, സെലക്ട് ആയി എന്ന് പറയുന്നു. ഇപ്പൊ ഈ സിനിമയിൽ ചെയ്തപ്പോന്ന് മനസ്സിലാവുന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ആകുമ്പോൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നല്ല അറിയുന്നത്. അതായത് സിനിമ ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്ങനെയാണെന്നും അറിയുന്നില്ല. ഇപ്പോൾ കയ്യിൽ നിന്ന് കുറേ പൈസ പോയി കോസ്റ്റ്യൂമിനായാലും നമ്മൾ തന്നെ സ്വന്തം ചെയ്യണം, ഇപ്പോൾ ട്രാവലിംഗ് ആയാലും സ്റ്റേ ആണെങ്കിലും അങ്ങനെയെല്ലാം കുറേ പോയി. അത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ടാന്ന് ഇതിൽ മുടിയും പോവും. അങ്ങനെ ഒരു ചിന്ത വന്നത്. ഞാൻ എത്ര വലിയ ഇതിലാ നല്ലൊരു ടീമിന്റെ കൂടെ ഞാൻ സെലക്ട് ആയില്ല, അത്ര ഒരു വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ ഈ മുമ്പ് ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും. അപ്പൊ ഞാൻ മുടി മുറിക്കണ രാജേഷേട്ടാ, രതീഷ് ചേട്ടനോട് അങ്ങനെ ചോദിച്ചു. കരയെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. അന്നൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. മുടി കുറച്ച് അധികം ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. നമ്മളത് മുറിക്കണം എന്നാ പറഞ്ഞേ. അപ്പം ഇവര് കാര്യമായിട്ടാണോ പറയുന്നത് തമാശക്ക് പറയുന്നത് എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അതിപ്പോഴും അങ്ങനെ. അല്ല, ഇത്രയും പേരുടെ ഓഡീഷൻ നടത്തിയിട്ടുള്ള രാജേഷിന് ഓഡീഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാനല്ലേ ഓഡിഷൻ നടത്തുന്നത്, എന്നെ ഓഡിഷൻ ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോ അതിനു മുമ്പ് നമ്മൾ വേറെ പണിയൊക്കെ ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം മഹേഷിന്റെ പ്രതിയായതിൽ അഭിനയിച്ച് കഴിഞ്ഞ് തൊണ്ടി മുതലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തു തുടങ്ങി. പിന്നണി ആദ്യമേ അഭിനയിച്ചു തന്നെയാണ് വരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വേറൊരു പൂർവ്വകാല ചരിത്രമുണ്ട്, അത് വേറെ. അത് കഴിഞ്ഞിട്ട് മഹേഷിനിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ രണ്ടാമതും പോത്തണ്ണൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഓഡിഷൻ പോത്തണ്ണൻ്റെ കൂടെ ഓഡിഷന് നിന്നിട്ടുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്യുമ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ സെഷൻ നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഞാനായിരുന്നു. അത് ആ ഭാഗം എൻ്റെ ചുമതലയായിരുന്നു. അങ്ങനെ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി ആ ഏരിയയിൽ. അപ്പം എനിക്ക് പിന്നെ നാടകം ഉണ്ടായിരുന്നു, പിന്നെ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു പരിചയത്തിൻ്റെ പുറത്ത് പിന്നെ 1-2 പടങ്ങളുടെ കാസ്റ്റിംഗ് പരിപാടികളൊക്കെ നോക്കി പിന്നെയാണ് അന്നത്തെ കേസ് കൂടി വരുന്നത്. തിങ്കളാഴ്ച നശ്യം, പിന്നെ ആരവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിനിമകൾ അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്.